ആദിഷ് താഴേക്ക് വീഴുന്നത് കണ്ടിട്ടാണ് അവന്റെ ഫാമിലിയിലെ എല്ലാവരും കൂടി അവിടേക്ക് ഓടി വരുന്നത്. എന്നിട്ട് അവന്റെ ആന്റിയും അത്രയും നേരം ആദിഷിനെ സപ്പോർട്ട് ചെയ്തിരുന്ന മെർജാന്റെ കൈ അവന്റെ ദേഹത്തു നിന്നും തട്ടിമാറ്റും. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ആദിഷിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. മെർജാനും അവരുടെ പെർമിഷൻ ഇല്ലെങ്കിൽ കൂടി ആദിഷിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വളരെ ടെൻഷനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആന്റിയും മെർജാന്റെ അടുത്ത് വന്ന് ചോദിക്കും, നിനക്കറിയോ ആരാണ് ആദിഷിനെ ഷൂട്ട് ചെയ്തതെന്ന്? ഇത് കാണുന്ന ഡെമാല് അവരെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറയും, അമ്മ വെറുതെ ബഹളം ഉണ്ടാക്കണ്ട, ആദിഷ് ഇപ്പോൾ തന്നെ കണ്ണു തുറക്കും, എന്താണ് സംഭവിച്ചതെന്ന് അവൻ തന്നെ നമ്മളോട് പറയും. ഇതും പറഞ്ഞിട്ട് ഡെമാല് അവരെ അവിടെ കൊണ്ടുപോയിരുത്തിയ ശേഷം നേരെ മെർജാന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, ആദിഷ് നിന്നെ കാണാൻ വേണ്ടിയാണ് അവിടേക്ക് വന്നത്, അപ്പോ അവനെ ആരാ ഷൂട്ട് ചെയ്തതെന്ന് നിനക്കറിയാം? മെർജാനും അത് ചെയ്തത് താനാണെന്ന് ഡെമാലിനോട് പറയുമ്പോ അവനും ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവന്റെ കൈകൾ ചുരുട്ടി പിടിക്കുകയാണ്. ഈ ഒരു ടൈമില് ഡോക്ടർ അവിടേക്ക് വന്നിട്ട് പറയും, ആദിഷ് കണ്ണു തുറന്നിട്ടുണ്ട്, കാണേണ്ടവർക്കെല്ലാം കാണാം. മെർജാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ആദിഷിനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോ മെർജാനും ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് ആദിഷിനെ ഒന്ന് കാണാൻ വേണ്ടി അകത്തേക്ക് എത്തി നോക്കുകയാണ്. ആദിഷും മെർജാൻ തന്നെ നോക്കുന്നതെല്ലാം അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് മെർജാനും അവന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോ അസ്ലി അവർ തമ്മിൽ കാണാതിരിക്കാൻ വേണ്ടി വേഗം തന്നെ വന്ന് ആ വാതിലടച്ചു കളയും. അങ്ങനെ മെർജാനും ആദിഷിനെ കാണാൻ സാധിക്കാതെ വളരെ വിഷമിച്ച് പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഇപ്പൊ ആന്റിയും ആദിഷിനോട് ചോദിക്കുന്നുണ്ടാകും, ആരാണിത് ചെയ്തതെന്ന്. ആരാണെന്ന് ഞാൻ കണ്ടില്ല എന്നവൻ മറുപടി പറഞ്ഞെങ്കിലും അതൊന്നും വിശ്വസിക്കാനാകാതെ ആന്റി വീണ്ടും വീണ്ടും അവനോട് ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോ ആദിഷും പറയും, ഞാൻ പറഞ്ഞത് സത്യമാണ്, ആന്റിക്ക് എന്താ എന്നെ വിശ്വാസമില്ലേ? ഇത് കാണുന്ന ഡെമാല് പറയും, മതി ആദിഷിനെ ഡിസ്റ്റർബ് ചെയ്തത്, ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോയിക്കോ. അപ്പോ ആന്റിയും പറയും, എന്റെ മകനെ ഇതേപോലൊരവസ്ഥയില് തനിയെ വിട്ടിട്ട് പോകാനോ ഒരിക്കലുമില്ല. ഇത് കേൾക്കുന്ന അസ്ലിയും പറയും, അമ്മ ഇവിടെ നിന്ന് ബുദ്ധിമുട്ടണ്ട, ഞാൻ നോക്കിക്കോളാം ആദിഷിനെ. അപ്പൊ പിന്നെ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് ഡെമാലും ചോദിക്കും. ഇതെല്ലാം കേൾക്കുന്ന ആദിഷും അവരോട് പറയും, ഞാനിപ്പോ ഓക്കെയാണ്, നിങ്ങളാരും ഇവിടെ നിൽക്കണമെന്നില്ല. അങ്ങനെ ആദിഷ് നിർബന്ധിച്ച് അവരെ എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ ഡെമാലും പറയും, നിങ്ങൾ നടന്നോ, ഞാനിപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് അവർ പോയി എന്നുറപ്പാക്കിയ ശേഷം ആദിഷിനോട് ചോദിക്കും, മെർജാനാണല്ലേ നിന്നെ ഷൂട്ട് ചെയ്തത്, നിന്നോട് ഇതാരാണ് പറഞ്ഞത് എന്ന് ആദിഷും ചോദിക്കുമ്പോ ഡെമാല് പറയും, അല്ലെങ്കിൽ പിന്നെ ഇത്ര ടെൻഷനോട് കൂടി അവൾ ആ ഡോറിന്റെ പുറത്ത് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോ ആദിഷും പറയും, അവൾ ഹൈദറിന്റെ മകൾ തന്നെയാണെന്ന് തെളിയിച്ചു, എന്നിട്ട് നീ അവളെ വെറുതെ വിടാൻ പോവുകയാണോ എന്ന് ഡെമാല് ചോദിക്കുമ്പോ ആദിഷും പറയും, ഒരിക്കലുമില്ല, അവൾ ചെയ്തതിനുള്ള ശിക്ഷ ഞാനായിട്ട് തന്നെ അവൾക്ക് കൊടുത്തോളാം, പക്ഷേ നീ ഇതേപ്പറ്റി ആന്റിയോടൊന്നും പറയരുത്, ഞാനായിട്ട് ഒരിക്കലും പറയില്ല എന്ന് ആദിഷിന് വാക്ക് കൊടുത്ത ശേഷം ഡെമാല് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടെ കാത്തുനിന്ന അസ്ലിയും അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, ആരാണിത് ചെയ്തതെന്ന് ആദിഷ് നിന്നോട് പറഞ്ഞോ? പക്ഷെ ഡെമാല് അതിനുള്ള മറുപടിക്ക് പകരം മെർജാൻ എവിടെയെന്നാണ് ചോദിച്ചത്. അവൾ എവിടെ പോയിന്ന് ആർക്കറിയാം എന്നവർ മറുപടി പറയുന്നതെല്ലാം മെർജാൻ അവിടെ മറിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടാകും. ഇപ്പൊ ആന്റിയും പറയും, ആദിഷിന് ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണം അവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് വെറുതെ വാശി പിടിച്ചത് കൊണ്ടാണ്. ഇത് കേൾക്കുമ്പോൾ ഡെമാലി പറയും, ഒരിക്കലുമില്ല, ഈ ഒരു വിവാഹം ക്യാൻസൽ ചെയ്യാനായിരുന്നു ആദിഷിന്റെ തീരുമാനം. ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ആദിഷ് മെർജാനെ കാണാൻ വേണ്ടി അവിടേക്ക് പോയത്. പക്ഷേ പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല. ആദിഷ് വിവാഹം വേണ്ടെന്ന് വെച്ച വാർത്തയറിഞ്ഞ് അസ്ലിയും ഒരുപാട് സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പോയി കഴിയുമ്പോ മെർജാൻ നേരെ ആദിഷിന്റെ റൂമിലേക്ക് കയറി വരും. അവളെ അവിടെ കാണുന്ന ആദിഷും നല്ല ദേഷ്യത്തില് അവളോട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി പറയും. പക്ഷെ മെർജാൻ അതൊന്നും കേൾക്കാതെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, നീ എന്താ എന്നോടത് പറയാതിരുന്നത്, എന്ത് പറയാത്തത് എന്ന് അവനും ചോദിക്കുമ്പോ മെർജാന് പറയും, നീ വിവാഹം വേണ്ടെന്ന് വെച്ച കാര്യം അതിനു മുൻപ് നീ എന്നെ ഷൂട്ട് ചെയ്തില്ലേ എന്ന് ആദിഷ് പറയുമ്പോ അവളും പറയും, ഒരുപക്ഷെ ഞാനിത് അറിഞ്ഞായിരുന്നെങ്കിൽ എന്ന് മെർജാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ ആദിഷും പറയും, അറിഞ്ഞായിരുന്നെങ്കിൽ നീ എന്നെ ഷൂട്ട് ചെയ്യില്ലായിരുന്നോ? ഇതും പറഞ്ഞ് ദേഷ്യപ്പെട്ട അവൻ മെർജാന്റെ കയ്യിൽ പിടിച്ച് അവളെ അവനോട് ചേർത്ത് നിർത്തിയ ശേഷം പറയും, നീ ചെയ്തതിനുള്ള ശിക്ഷ ഉറപ്പായിട്ടും ഞാൻ നിനക്ക് തന്നിരിക്കും, അതല്ല ഞാൻ മരിക്കാത്തതില് നിനക്ക് ഒരുപാട് സങ്കടമുണ്ടല്ലേ? ഒരുപാട് പ്രാർത്ഥിച്ച ശേഷം ആദിഷിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് കൊണ്ട് തന്നെ അവളും അത് ഇഷ്ടപ്പെടാതെ അവനോട് പറയും, മതി, നീ നിർത്തിക്കോ. ഈ ഒരു ടൈമിലാണ് ആദിഷിനുള്ള ടാബ്ലറ്റുമായി നഴ്സ് അവിടേക്ക് വരുന്നത്. അത് കണ്ടിട്ട് മെർജാനും പുറത്തേക്ക് ഇറങ്ങിപ്പോകും. അതിനുശേഷം മെർജാൻ അവളുടെ ഫ്രണ്ടിനോട് സംസാരിച്ച് പുറത്തിരിക്കുന്നത് കാണുന്ന നസീറും ആദിഷിന്റെ അടുത്ത് ഇപ്പൊ ആരുമില്ലെന്ന് മനസ്സിലാക്കി അവനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. ആദിഷും അവന്റെ പ്രസൻസ് മനസ്സിലാക്കി
പെട്ടെന്ന് കണ്ണു തുറന്ന് അവനെ അടിച്ച് നിലത്തേക്കിടും. എന്നിട്ട് അവൻ നസീറിനോട് ചോദിക്കും, നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊക്കെ നീ വീണ്ടും വീണ്ടും ചെയ്യാൻ നോക്കുന്നത് എന്തിനാ? നസീറും പറയും, മെർജന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നതാണ് നിനക്കും നല്ലത്. എന്നാ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ ആദേശും ഒരു ഫൈറ്റിന് റെഡിയാകുമ്പോഴാണ് മെർജൻ അവിടേക്ക് വരുന്ന സൗണ്ട് ഇവർ രണ്ടുപേരും കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ ഇവർ രണ്ടുപേരും മാറി നിൽക്കും. നസീറിനെ അവിടെ കണ്ടിട്ട് മെർജാനും അവനോട് ചോദിക്കും, നീ ഇവിടെ എന്ത് ചെയ്യുവാ? അപ്പോ ആദേശും പറയും, വേറൊന്നുമല്ല, എന്റെ വിശേഷം അറിയാൻ വേണ്ടി വന്നതാണ്. ഇത് കേൾക്കുന്ന മെർജാനും നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ആദേശിന്റെ അടുത്തേക്ക് വരും. അപ്പോ ആദേശും ഒന്നും വേണ്ട, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് മെർജാനെയും നസീറിനെയും അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോ മെർജാനും നസീറിനോട് ചോദിക്കും, നീ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? നസീറും പറയും, എനിക്കറിയാം മെർജാൻ, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ അവൻ ജീവനോട് കൂടിയിരുന്ന നീ ജയിലിൽ പോകേണ്ടി വരും. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതിനുവേണ്ടി അവനെ കൊല്ലാനാണ് ഞാൻ വന്നത്. ഇത് കേട്ട് മെർജാനും നല്ല ദേഷ്യത്തോടെ പറയും, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നുള്ള വല്ല ബോധവും നിനക്കുണ്ടോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്കെന്ന് പറഞ്ഞിട്ട് അവൾ ആദേശിന്റെ റൂമിലേക്ക് കയറി പോകും. ഇപ്പൊ മെർജാനെ അവിടെ വീണ്ടും കാണുമ്പോ ആദേശ് ചോദിക്കും, നിന്നോട് ഞാൻ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാകുന്നില്ലേ? എനിക്ക് നിന്നെ കാണണ്ട, ഇവിടെ നിന്ന് പോകാൻ എത്ര തവണയായി ഞാൻ പറയുന്നു. ആദേശ് ഒരുപാട് ഒച്ചയെടുത്ത് പറഞ്ഞിട്ട് പോലും മെർജൻ അത് കേട്ട ഭാവം പോലും നടിക്കില്ല. കാരണം നസീർ വീണ്ടും ആദേശിന് എന്തെങ്കിലും ചെയ്തേക്കുമോ എന്ന നല്ല പേടി മെർജൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദേശ് പറയുന്ന വഴക്കുകളൊന്നും അവൾ മൈൻഡ് ചെയ്തതേയില്ല. ഇപ്പോ ആദേശും ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവളെന്തിനാ ഇവിടെ തന്നെ ഇരിക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചു കിടക്കുകയാണ്. കുറച്ചു കഴിയുമ്പോ ആദേശിനും നന്നായിട്ട് വേദനിച്ചിട്ട് അവൻ അനങ്ങുന്നത് കാണുമ്പോ മെർജാനും അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, നിനക്ക് വേദന കൂടുതലുണ്ടോ ആദേശ്? ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? പക്ഷേ ആദേശ് അതിന് മറുപടിയൊന്നും പറയില്ല. അത് കണ്ടിട്ട് വിഷമം വന്ന മെർജാനും അവനോട് ചോദിക്കും, നീ എന്തെങ്കിലും ഒരു മറുപടി പറയാ ആദേശ്, ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. അപ്പോ ആദേശും പറയും, എന്നെ ഷൂട്ട് ചെയ്ത് ഈ ഒരു അവസ്ഥയിലാക്കിയിട്ട് എന്റെ മുമ്പില് വളരെ ഇന്നസെന്റ് ആയിട്ടൊന്ന് അഭിനയിക്കേണ്ട നീ. താൻ ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരിൽ ഇതേപോലെ പഴികേക്കേണ്ടി വന്നത് കൊണ്ട് മെർജാനും ഒരുപാട് വിഷമത്തോടെ നിൽക്കുകയാണ്. പക്ഷെ അവൾ വീണ്ടും ആദേശിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, ശരിയാണ്, അത് സംഭവിച്ചു പോയി. അതിൽ നീ എന്ത് പണിഷ്മെന്റ് തന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനു മുൻപ് നീ ഒരു കാര്യം ഓർക്കണം, നിന്റെ ആ നശിച്ച എഗ്രിമെന്റ് കാരണം മാത്രമാണ് നമുക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. എനിക്കറിയില്ല ഈ 187 ദിവസം കൊണ്ട് നിനക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക എന്ന്. ഇത് കേൾക്കുന്ന ആദേശം അവളോട് പറയും, ഞാൻ നിന്നെ സഹായിക്കുകയല്ലേ ചെയ്തത്. അപ്പോ മെർജാനും വളരെ വിഷമത്തോടുകൂടി അവനോട് പറയും, ഇതൊരു മനസാക്ഷിയില്ലാത്ത സഹായമായി പോയി ആദേശ്. ഇതും പറഞ്ഞിട്ട് മെർജാൻ അവിടെ വിഷമിച്ചു നിൽക്കുകയാണ്. അപ്പോ ആദേശും അവിടെ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി നോക്കുമ്പോ മെർജാൻ അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, ഞാൻ സഹായിക്കാമെന്ന്. വേണ്ട എന്ന് പറഞ്ഞിട്ട് ആദേശും തനി എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ബ്ലഡ് എല്ലാം ഒരുപാട് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് തന്നെ തലകറങ്ങി വീഴാൻ പോവുകയാണ്. ഇത് കാണുന്ന മെർജാനും ഓടി വന്ന് അവനെ താങ്ങി ബെഡിലേക്ക് ഇരുത്തും. അതിനുശേഷം ആദേശിന് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ബോട്ടിലുമായി പുറത്തേക്ക് പോകുമ്പോ ആദേശിനും അവൾ പറഞ്ഞതിനൊക്കെ പറ്റി ഓർത്ത് വിഷമം വരികയാണ്. പിന്നീട് കുറച്ചു സമയത്തിന് ശേഷം മെർജൻ വെള്ളവുമായി തിരിച്ചെത്തുമ്പോൾ കാണുന്നത് ഉറങ്ങിക്കിടക്കുന്ന ആദേശിനെയാണ്. അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി അവിടെ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങുമ്പോഴാണ് ആദേശ് ഉറക്കത്തിൽ എന്തോ പറയുന്നതായിട്ട് അവൾ കേൾക്കുന്നത്. അതെന്താണെന്നറിയാൻ വേണ്ടി മെർജാനും ആദേശിന്റെ അടുത്ത് ചെന്ന് നിൽക്കും. അപ്പോൾ അവനും ഏളുൾ എന്നൊരു പേരാണ് വിളിക്കുന്നത്. ആ ഒരു പേര് കേൾക്കുമ്പോ മെർജാനും മനസ്സിൽ ചിന്തിക്കും, ആരാണ് ഈ ഏളുൾ? ചിലപ്പോ ഇനി അത് ഇവൻ സ്നേഹിച്ച പെൺകുട്ടിയായിരിക്കുമോ? എന്നിട്ട് എന്തായിരിക്കും ഇവർ തമ്മിൽ കല്യാണം കഴിക്കാതിരുന്നത്? ഇങ്ങനെയെല്ലാം ചിന്തിച്ച് മെർജൻ അവിടെ കിടന്നുറങ്ങിപ്പോകും. അടുത്ത ദിവസം ആദേശം എഴുന്നേൽക്കുമ്പോ കാണുന്നത് അവിടെ കിടന്നുറങ്ങിപ്പോയ മെർജാനെയാണ്. അവളെ അങ്ങനെ ആദ്യം കണ്ടപ്പോ ചെറിയൊരു സഹതാപക്ക് തോന്നിയെങ്കിലും ഇന്നലെ രാത്രി തന്നെ ഷൂട്ട് ചെയ്തത് അവളാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ദേഷ്യം കൊണ്ട് തന്നെ ആ സഹതാപമെല്ലാം അവൻ മറക്കും. കുറച്ചു നേരം കഴിയുമ്പോ മെർജാനും എഴുന്നേൽക്കും. എന്നിട്ട് അവൾ നേരെ ആദേശിന്റെ അടുത്ത് വന്ന് ചോദിക്കും, നിനക്ക് വേദന കുറവുണ്ടോ എന്ന്. കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ആദേശ് പതി എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ മെർജാൻ അവന് വഴക്ക് പറയുകയാണ്, നീ എവിടേക്കാണ് എഴുന്നേറ്റ് പോകാൻ നോക്കുന്നത്? മര്യാദക്ക് അവിടെ കിടക്ക്. അപ്പോ ആദേശം പറയും, കുറെ നേരമായില്ലേ ഞാനിങ്ങനെ കിടക്കുന്നത്, എനിക്ക് കിടന്നു മതിയായി. പക്ഷേ മെർജാൻ അതിന് സമ്മതിക്കാതെ അവനോട് പറയും, ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. ഇത് കേട്ടിട്ട് നന്നായിട്ട് ദേഷ്യം വന്ന് അവനും പറയും, അതിന് നിന്റെ അനുവാദം ആരാ ചോദിക്കുന്നത്? മര്യാദക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ നോക്ക്. പക്ഷെ മെർജാനും അവനെ എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ അവിടെ പിടിച്ചിരുത്തിക്കൊണ്ട് പറയും, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇവിടുന്ന് മാറില്ല. ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ്
നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുവാണെന്ന് ചോദിച്ച് ഡെമാൽ അവിടേക്ക് വരുന്നത്. ഡെമാലിനെ കാണുമ്പോ മെർജാനും ഞാൻ പോകുവാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഡോറിന്റെ അടുത്ത് എത്തുമ്പോ അവൾ ഡെമാലിനോട് പറയും, ഡോക്ടർ വരുമ്പോ ആദേശിന്റെ ടെമ്പറേച്ചർ ഒന്ന് നോക്കണം. ഇന്നലെ രാത്രി ഉറക്കത്തിൽ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ആദേശം ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ട് അവളോട് ചോദിക്കും, എന്താണ് ഞാൻ പറഞ്ഞത് എന്ന് നീ കേട്ടായിരുന്നോ? മെർജാനും പറയും, നീ ആരുടെയോ പേരാണ് വിളിച്ചത്, എന്തോ ഏളുൾന്നോ മറ്റോ. ഇത് കേൾക്കുന്ന ആദേശം ശരിക്കും ഷോക്കായി പോകും. എന്നിട്ട് അവൻ ഡെമാലിനോട് പറയും, ഏളുൾ ആരാണെന്ന് മെർജാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ നമ്മുടെ എല്ലാ പ്ലാനും അവിടെ അവസാനിക്കും. അതിനുശേഷം ആദേശ് ഡിസ്ചാർജായി വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ മെർജാനും ആദേശിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. ആദേശും എനിക്കൊന്ന് കേൾക്കണ്ട എന്ന് പറയുമ്പോ മെർജാനും പറയും, ഞാൻ ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷ വേണമെങ്കിലും നിനക്ക് എനിക്ക് തരാം. മെർജാൻ ഇങ്ങനെ പറയുന്ന സമയത്താണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ആന്റിയും അവിടേക്ക് വരുന്നത്. നീ എന്താണ് ചെയ്തത് എന്ന് ആന്റിയും ചോദിക്കുമ്പോ മെർജാൻ പറയും, ആദേശിനെ ഷൂട്ട് ചെയ്തത് ഞാനാണ്. ഇത് കേട്ട ആന്റിയും നല്ല ദേഷ്യത്തോടെ ശക്തിയായി മെർജാന്റെ മുഖത്തടിക്കുകയാണ്. നന്നായിട്ട് വേദനിച്ച മെർജാൻ മുഖം പൊതി നിൽക്കുമ്പോ ആന്റി വീണ്ടും അവളെ അടിക്കാൻ വരുന്നത് കണ്ട ആദേശ് മെർജാനെ തല്ലാതിരിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തുകയാണ്. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. ലൈക്ക് ഇടാൻ മറക്കല്ലേ.